സ്നേഹത്തിൻ്റെ ഓരോരോ കുഞ്ഞിതളുകൾ, കുഞ്ഞു പൂവിതളുകൾ വർണ്ണത്തിൽ മുക്കി ഒന്നൊന്നിനോട് ചേർത്ത് ഒരു പൂവ് സൃഷ്ടിച്ച കലാകാരനായ ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ പൂക്കളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രകൃതിയിലുള്ള എല്ലാ വർണ്ണങ്ങളും ചാലിച്ചെടുത്ത് അതിമനോഹരമായ ഈ പൂവുകൾ സൃഷ്ടിക്കുന്ന കലാകാരൻ്റെ കലാവാസന, അയാളുടെ ആത്മീയമായ സ്നേഹത്തിൻ്റെ വർണ്ണചാരുത എത്ര വർണ്ണിച്ചാലും മതിയാവുകയില്ല. എന്തൊക്കെ കളറുകളാണ് സമ്മേളിച്ചിരിക്കുന്നത്! പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര കളറുകളുടെ സമ്മേളനം. പ്രണയത്തിൻ്റെ ചാരുത, വർണ്ണങ്ങൾ വാരിക്കോരിച്ചൊരിഞ്ഞിരിക്കുന്ന ഈ പൂക്കൾ മനോഹരമായൊരു പ്രകൃതി മാത്രമല്ല, മനസ്സിനൊരു കുളിര് മാത്രമല്ല, പ്രകൃതിക്കൊരു തണുപ്പ് മാത്രമല്ല, മറ്റെന്തൊക്കെയോ അതിലേറെ സ്നേഹത്തിൻ്റെ കൈകോർക്കുന്ന നിമിഷങ്ങൾ, സ്നേഹത്തിൻ്റെ ചേർത്ത് നിൽക്കുന്ന നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കലാപങ്ങളുണ്ടാക്കുവാൻ, യുദ്ധങ്ങളുണ്ടാക്കുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സ്നേഹത്തിൻ്റെ ചാരുതയാർന്ന മന്ദഹാസം വിരിയിച്ചെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പൂക്കളും പൂത്തുമ്പികളും വർണ്ണശലഭങ്ങളും നിറഞ്ഞ ഈ പ്രകൃതിയിൽ എന്തിനാണ് നാം കലാപങ്ങൾ സൃഷ്ടിക്കുന്നത്? സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ചേർത്തണയ്ക്കലുകളല്ലേ നമുക്ക് നല്ലത്? അതാണ് നല്ലത്. നോക്കൂ, ഈ പൂക്കൾ കാണുമ്പോൾ ഇതിൻ്റെ സ്നേഹത്തിൻ്റെ വർണ്ണസമ്മേളനങ്ങൾ കാണുമ്പോൾ ഏത് മനസ്സിലും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഊഷ്മളമായ ഒരനുഭൂതിയല്ല ഉണ്ടാവുക. നോക്ക്, കൊച്ചു തേനീച്ചകൾ. വീണ്ടും കാണാം. സ്വന്തം